ഹലോ, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സത്യസായി ബാബ മന്ദിർ നൈറോബിയാണ് കേട്ടോ. ഇത് വയാക്കി വേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ അമ്പലമാണ് കേട്ടോ. അമ്പലം എന്ന് പറയുമ്പോഴത്തേക്കും പ്രാർത്ഥനയ്ക്ക് പുറമെ ഇവിടെ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങളാണ് കേട്ടോ കൂടുതൽ നടക്കുന്നത്. നാരായണ സേവ എന്നാണ് ഇതിന് പറയുന്നത്. ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിക്കാനൊക്കെ കൊടുക്കും. അതിന് പുറമെ തന്നെ അവർക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഉഗാളി ഫ്ലോർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉഗാളിയാണല്ലോ കെനിയക്കാരുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫുഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോർ കൊടുത്തുകൊണ്ടിരിക്കുക. 1/2 കിലോ വെച്ചുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു വീട്ടിലൊക്കെ തന്നെ 3 പിള്ളേരൊക്കെ കാണും. അപ്പോൾ ആ 3 പിള്ളേരും ഓരോ പാക്കറ്റ് വീതം വെച്ച് മേടിക്കുമ്പോൾ 1.5 കിലോ ഒക്കെ ആയി. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒത്തിരി ഫുഡ് വേണം ഇവർക്ക്. അപ്പോൾ 500 3 ബാച്ച് പിള്ളേർ കയറും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കെനിയയിലുള്ളവർക്ക് സമയമുണ്ടെങ്കിൽ വയാക്കി വേയിൽ ക്യുക്ക് മാർട്ടിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും കങ്കേമി മാർക്കറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വരുന്നതാണ് കൂടുതലും ഈ പിള്ളേർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളമില്ല. അതുകൊണ്ട് തന്നെ ചിലർക്ക് മൂത്രമൊക്കെ കിടന്ന് മൂത്രം ഒഴിക്കണ കുഞ്ഞു പിള്ളേരായിരിക്കും. അപ്പോൾ ആ മൂത്രത്തിൻ്റെയൊക്കെ മണത്തോടു കൂടിയും പിന്നെ ഒരു കുളിക്കാത്ത മണമോ വെള്ളമില്ലായ്മയുടെയോ എന്തോ, ചിലർ പല്ല് പോലും തേക്കാതെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ സഹിച്ച് വേണം നമ്മളെപ്പോഴും നാരായണ സേവ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു 17 മാസത്തോളം ഞാൻ വയാക്കി വേയിൽ താമസിച്ചു. അതിൽ 1 വർഷത്തോളം ഞാനിത് അറിഞ്ഞില്ല കേട്ടോ. ഒരു നവംബർ 29-നാണ് ഞാൻ 2023-ലാണ് ആദ്യമായിട്ട് വയാക്കി വേയിൽ ചെല്ലുന്നത്. അപ്പം അടുത്ത നവംബർ ആയപ്പോഴാണ് ഞാനിത് അറിയണത്. അത് കഴിഞ്ഞ് ഞാൻ നവംബറിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരുന്നു ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആരെയും കണ്ടില്ല. വിളക്ക് മാത്രം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്യാഴാഴ്ചയായിരുന്നു. വൈകുന്നേരമാണ്, രാത്രിയാണ് പോകുന്നത്. ആകെ സെക്യൂരിറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സെക്യൂരിറ്റി ആണെങ്കിൽ പറഞ്ഞൊന്നും തന്നില്ല കേട്ടോ. ഇവിടെ സൺഡേ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നൊന്നും പറഞ്ഞു തന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ വീണ്ടും പോയി, പിന്നെയും പോയി. അങ്ങനെ ഒരു 5 പ്രാവശ്യം പോയപ്പോഴാണ് ഈ അമ്മേനെ കാണുന്നത്, മുത്തശ്ശി അമ്മേനെ. അപ്പോൾ ഈ മുത്തശ്ശിയമ്മ പറഞ്ഞു ഞായറാഴ്ച ഇങ്ങനെ ഇവിടെ ഒരു ഭയങ്കര സേവ നടക്കുന്നുണ്ട്, 1500 പിള്ളേരെങ്കിലും കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ പറയണേന്ന് വിചാരിച്ചു. അത്രയൊക്കെ കാണുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. പക്ഷേ അത് അമ്മ പറഞ്ഞത് നേരാണ്. അതിൽ കൂടുതലും പിള്ളേർ, ചിലപ്പോൾ ഒക്കെ 2000 പിള്ളേർ വരെയൊക്കെ കാണും. അത്രയും പിള്ളേരുണ്ടാവും കേട്ടോ ഇവിടെ വന്നത്. പക്ഷേ ഈ പിള്ളേരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞില്ല കങ്കേമി ആ സൈഡിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ അവരുടെ ഇല്ലായ്മ കൊണ്ടാണെന്ന് തോന്നുന്നു മോഷണം, പിന്നെ ഭയങ്കരമായിട്ട് ആ പക്വത ഇല്ല അവർക്ക്. പക്ഷേ ചിലരൊക്കെ ഉണ്ട് കേട്ടോ. ഏത് സോണിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ മാന്യത വിടാത്ത ചിലരും ഉണ്ട് കേട്ടോ. 10-30 വർഷമായിട്ട് ഈ നാരായണ സേവ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു അത്ഭുതം തന്നെയാണല്ലേ. അപ്പം അമ്പലത്തിൽ പോയിട്ട് അകത്ത് ഭജൻ ചെയ്യണവർക്ക് ഭജന ചെയ്യാം. കാരണം അവിടെ ഭജന നടക്കുന്നുണ്ട്. ഭജന പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബാലവിഹാരം എന്ന് പറഞ്ഞ ക്ലാസ്സുകളുണ്ട്. എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം, നാരായണ സേവ നിൽക്കണമെങ്കിൽ നാരായണ സേവ നിൽക്കാം. ഈ 500 പിള്ളേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഓർത്തു ഇതൊക്കെ ഞാൻ സുഖമായി ചെയ്ത് കഴിയുമെന്ന് ഓർക്കുമ്പോൾ ഇതൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിക്കും കേട്ടോ. ഇത്രയും പേർക്ക് കൊടുക്കുമ്പോൾ ക്ഷീണിക്കും. കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഭയങ്കര ഗംഭീരമായ നാരായണ സേവ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവരെ ഒരു ഞായറാഴ്ചയെങ്കിലും പോയി ഇതൊന്ന് കൂടുക കേട്ടോ. കാരണം എല്ലാ സൺഡേസിലാണ് ഇത് നടക്കുന്നത്. 9 o'clock സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഒരു 12 മണി ഒക്കെയുള്ളിൽ എന്തായാലും ഇത് കഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പിള്ളേരുടെ ഈ മണങ്ങളും ഈ പിള്ളേരുടെ ഒരു ഇത്തിരി നമ്മളോട് കാണിക്കുന്ന ബിഹേവിങ്ങും ഒക്കെ ഒരിത്തിരി വ്യത്യസ്തമാണ്. അതൊക്കെ സഹിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. കണ്ടോ, പിന്നെയും ചോദിക്കും അവർ, കിട്ടിയിട്ടില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ബാഗൊന്നും പരിശോധിക്കാനും പറ്റില്ല. പിന്നെ പോയിട്ട് ഒളിച്ച് കയറി തിരിച്ചു വന്നിട്ട് പിന്നെയും മേടിക്കും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ക്യാരക്ടർ കേട്ടോ. പക്ഷെ ചില പിള്ളേരുടെ ഇങ്ങനത്തെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. പാവം പിടിച്ച കുട്ടികളാണ്. അവർ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുത്ത് തന്നിട്ട് ഇത് എൻ്റെ അല്ല എന്ന് പറയണ അതിലും ഉണ്ട് കുറേ മാന്യന്മാർ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ ഞാൻ ഓം സായിറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കണത്. അപ്പോൾ അവർ നമ്മളെ കളിയാക്കിക്കൊണ്ട് തിരിച്ച് പറയണവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം നമുക്കൊരു സേവനമാണല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവും കേട്ടോ. കാരണം നമ്മൾ എത്രയോ മേധയാണ്, ഒത്തിരി മുകളിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും പിള്ളേർ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല കനാവും അവസാനം. ഒരു 3 കിലോ 4 കിലോ സാധനങ്ങളാവും എല്ലാം കൂടെ. അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടി ഒത്തിരി അമ്മമാരും അച്ഛന്മാരും ഒക്കെ പുറത്ത് വന്ന് നിൽപ്പുണ്ടാവും കേട്ടോ. കാരണം ഉഗാളി ഫ്ലോറും ബ്രെഡും പാലും പിന്നെ ബിസ്ക്കറ്റും ജ്യൂസും ലോലിപോപ്പും ചിപ്സും ചില ദിവസങ്ങളിൽ ഡ്രസ്സും ഒക്കെ കൂടെ ആകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പം എണ്ണയൊക്കെ ഉണ്ടാവും ചില ദിവസം. അപ്പം അത് ഒക്കെ
മേടിക്കാൻ വേണ്ടി അച്ഛന്മാരും അമ്മമാരും ഇങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത ബാച്ചിൽ കയറുന്ന അച്ഛന്മാരും അമ്മമാരും ആകെ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഈ സമയത്ത്. അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ സെക്യൂരിറ്റികൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ 500 ബാച്ചായിട്ട് തിരിക്കുകയാണ് ചെയ്യണത്. ആദ്യം തന്നെ ഫസ്റ്റ് ബാച്ചിനെ 500 പേരെ കയറ്റി വിടും. അപ്പോൾ തന്നെ കൊടുക്കുന്നത് ആദ്യം തന്നെ പ്ലേറ്റ് കൊടുക്കും, പിന്നെ സ്പൂൺ കൊടുക്കും. കാരണം നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ പോലെ കൈ വെച്ചിട്ടല്ല ഇവർ കഴിക്കുന്നത്. ഇവർ ബ്രിട്ടീഷ് കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക, പിന്നെ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒരു ബ്രിട്ടീഷ് കൾച്ചറാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ കൈവച്ച് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ പ്ലേറ്റും കൊടുക്കും, സ്പൂണും കൊടുക്കും. പിന്നെ ആദ്യം കൊടുക്കുന്നത് ചോറാണ്. പിന്നെ ഗിതേരി കൊടുക്കും. ഗിതേരി കുറച്ച് ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുന്നത്, കാരണം അത്രയും പേർക്ക് കൊടുക്കണ്ടേ. പിന്നെ ബ്രെഡ് കൊടുക്കും, പിന്നെ മണ്ടാസി കൊടുക്കും, പിന്നെ പോകുന്ന വഴിക്ക് വെള്ളം കൊടുക്കും, പിന്നെയാണ് ഉഗാളി കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും, അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഒരിക്കലും ഒരു ക്ഷാമം ഒന്നും വരില്ല. ഇതൊക്കെ ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. പൊഞ്ചിയൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ബാച്ച് വരെ പൊഞ്ചി അടിപൊളിയായിട്ട് കൊടുത്തു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 1000 പേര്. അടുത്ത ബാച്ചായപ്പോൾ പൊഞ്ചി കുറച്ച് ക്ഷീണിച്ചു കേട്ടോ. ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും മറ്റുള്ള ബാച്ചിനുള്ള ഉഗാളിയുടെ ഫ്ലോറൊക്കെ കൊണ്ട് ഓരോരുത്തരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. ആ പ്രാർത്ഥനയൊക്കെ അവർ കഷ്ടപ്പെട്ട് ചൊല്ലും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചൊല്ലണേ കേട്ടോ. അല്ലാണ്ട് വലിയ ആത്മാർത്ഥതയിലൊന്നുമല്ല ചൊല്ലണത്. പിന്നെ നമുക്ക് ഇവരെയൊക്കെ മനസ്സിലാക്കാൻ കുറേയൊക്കെ, കാരണം ഇവരിങ്ങനെ ആയിപ്പോയത് ഇവരുടെ സാഹചര്യം കൊണ്ടാണ്. പിള്ളേർക്കും ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പ്രാർത്ഥനയും ആരതിയും സായിബാബയ്ക്ക് ഈ സെയിം ഫുഡ് തന്നെ കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശുദ്ധി സായിബാബയും സത്യസായിബാബയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു തളിക പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. എൻ്റെ മട്ടട്ടോ കയറാനുള്ള പേടി പോയതൊക്കെ ഇവിടെ പോയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ മട്ടട്ടോ ഒക്കെ വൈകണമുണ്ട്, ചിലപ്പോൾ വൈകിയായിട്ട് വന്നത്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂട്ടോ, ഞങ്ങൾ എന്താ വരാത്തതെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വയാക്കിവയിൽ താമസിച്ചപ്പോൾ കാര്യം ഫ്ലാറ്റാണ്. എനിക്ക് ഫ്ലാറ്റ് അധികം വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഒരു വർഷം ഞാൻ ഇതിനെക്കുറിച്ച്, എൻ്റെ തൊട്ടടുത്ത് നിധി പോലെ ഈ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. എന്നിട്ട് വളരെ വൈകി അറിഞ്ഞപ്പോൾ ഞാനൊരു 5 മാസമേ അതവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു കേട്ടോ. കാരണം എനിക്ക് എന്ത് നല്ലത് കിട്ടിയാലും ദൈവം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനെ കളയും. ഞാൻ അങ്ങനെ സന്തോഷിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. എന്തായാലും എന്താണോ നമ്മുടെ വിധി അതേപോലെ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം എനിക്ക് പിന്നെ എന്നെ കാണുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഏറ്റവും ഹാപ്പിയായി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കേരള അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷന് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ലൂസി ചേച്ചിയുടെ വീട്ടിട്ട് പോകാൻ മട്ടട്ടോയിലായിരുന്നു. അന്ന് എനിക്ക് ഈ സൺഡേ ഇതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും ഇതിന് പോണ പിള്ളേരാണ്. അവരെന്നെ കണ്ടപ്പോൾ ചേച്ചി എന്നല്ല ഹായ് മാമ എന്നൊക്കെ പറഞ്ഞ് എന്നോട് മിണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു എന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറേ ചോറ് കൊടുക്കും. ഹിന്ദിക്കാർ കുറച്ച് ചോറ് കൊടുക്കുള്ളൂ. നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഒത്തിരി ചോറ് കൊടുത്ത് ശീലിക്കണവരാണല്ലോ. അപ്പം എന്നോട് ഹിന്ദിക്കാർ പ്രത്യേകം പറയും നിങ്ങൾ ഒത്തിരി കൊടുക്കരുത്, ഇവർ വെറുതെ വേസ്റ്റ് ആക്കുമെന്ന് പറയും. എന്നാൽ പോലും ഞാൻ ഒത്തിരി ചോറ് കൊടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഡിസംബറിൽ എടുത്താന്ന് കണ്ടോ. ക്രിസ്മസ് ട്രീ ഉണ്ട്, യേശു ഉണ്ട്, നമ്മുടെ മാതാവുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ, ഇപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ചോറ് കൊടുക്കണോണ്ട് ഞാൻ വരുമ്പോഴേക്കും ഇവിടെ എല്ലാവരും കൂടെ കൈയൊക്കെ അടിക്കും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർ വിളമ്പുമ്പോൾ ഇച്ചിരിയല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വിളമ്പണമെന്നുണ്ട് ഇവർ കൈയൊക്കെ അടിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ ഞാൻ കൊടുക്കും, വീണ്ടും കൊടുക്കുമെന്ന്, ബിസ്ക്കറ്റ് ആണെങ്കിലും കൊടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് വീണ്ടും ചോദിക്കും എന്നോട്. അങ്ങനെ ഞാൻ എൻ്റെ ഡോപ്പമൈൻ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലമായിരുന്നു അത്. പക്ഷേ കുറച്ച് നാളെ എനിക്കത് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒത്തിരി ഫോട്ടോസുണ്ട്. ഇതൊന്നുമല്ല, ഞാൻ ഓർക്കുക ഈ ഒരു കെട്ടിടത്തിൽ രഹസ്യ അറകൾ കുറേ ഉണ്ട്. ഇങ്ങനെ പൊക്കത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ ഒരു നില പോലെയുണ്ട്. അവിടെ സായിബാബയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കുറേ കിട്ടും. അത് ഫുള്ള് അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ കുറേ നിലകളുണ്ട്, ആശുപത്രിയുണ്ട്, എന്തൊക്കെയാണെന്നല്ലോ, ലൈബ്രറി ഉണ്ട്. നമ്മൾ കാണുന്തോറും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം. സൺഡേ എന്തായാലും പോകണം. 3 ബാച്ച് നാരായണ സേവയുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ ഇവിടെ പോയിട്ടുണ്ടാകും. പക്ഷേ പോയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും പോകണം, ഒരു സൺഡേയെങ്കിലും പോകണം. ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഭയങ്കര വിലക്കുറവുണ്ട് കേട്ടോ. നമ്മുടെ വേറെ ഹോസ്പിറ്റലൊന്നും പോലെയല്ല, പല കാര്യങ്ങൾക്കും പല വിലക്കുറവുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോവുക. അവിടെ ഡെൻ്റലും ജനറൽ മെഡിസിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെല്ലുന്നത് ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആണെങ്കിൽ പോലും അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി കേട്ടോ. അവിടെ തന്നെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും താമസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10-25 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞൊക്കെ തരും കേട്ടോ, അവിടത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ. പിന്നെ എപ്പോഴും അമ്പലം തുറന്നിട്ട് ഉണ്ടാവുക. അവിടെ അവർക്കൊരു പേടിയില്ല, ഒന്നും എടുത്തുകൊണ്ട് പോകാനൊന്നുമില്ല.
പിന്നെ എപ്പോഴും സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ക്യാമറകളുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയി തൊഴാം. ആ അമ്മൂമ്മയും അപ്പൂപ്പനും നല്ല സ്നേഹമാണ് കേട്ടോ. അമ്മൂമ്മയുടെ പേര് ഭാവന എന്നൊക്കെയാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്നത് ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാം നടന്ന് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരാം. എന്തെങ്കിലും അപാകതകളോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ കേട്ടോ കമൻറ്റിൽ കൂടെ.